കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാധികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
സകലം ചെയ്യുന്നു നിങ്ങളുടെ യാത്രയും നാമത്തിൻ ആദരവാ. കർത്താവ് ഈശോ മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ളവരാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും വിശ്വാസമുണ്ട്, ദൈവ മനുഷ്യരിലും വിശ്വാസമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നിലും വിശ്വസിക്കുക, എൻ്റെ പ്രവൃത്തികളിലും വിശ്വസിക്കുക. എൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് ഉള്ളതാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരാള് യേശുവിലും യേശുവിൻ്റെ വചനത്തിലും യേശുവിൻ്റെ പ്രവൃത്തിയിലുമുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അയാളുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിനും പ്രവൃത്തികൾക്കും വിപരീതമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഏറ്റുപറയാനും ഉപേക്ഷിക്കാനും തയ്യാറാകുമ്പോഴാണ് അയാൾ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കടന്നു വന്നിരുന്ന അല്ലെങ്കിൽ അനുവർത്തിച്ചിരുന്ന എല്ലാവിധമായ പ്രവൃത്തികളെയും ഇന്നലെ വരെ നല്ലതാണ് എന്ന് കരുതിയ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഈശോയുടെ വചനത്തിലൂടെ മനസ്സിലാക്കുകയാണ്, ഞാൻ ഇന്നലെ വരെ ചെയ്തതൊന്നും നല്ല പ്രവൃത്തികളല്ല, ആ പ്രവൃത്തികളെല്ലാം വളരെ മോശമായിരുന്നു എന്ന്. അങ്ങനെയുള്ള പ്രവൃത്തികളെ ദൈവം മുൻപാകെ ഏറ്റുപറയുകയും ഞാൻ തെറ്റുകാരനാണ് എന്ന് തൻ്റെ സ്വന്തം തെറ്റിനെ, ആ കുറ്റത്തെ ദൈവം മുൻപാകെ സമ്മതിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ വിശ്വാസം സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അയാളുടെ പ്രവൃത്തിയിൽ ആ വിശ്വാസം സ്വീകരിച്ചത് പ്രകടമാകുമ്പോഴാണ് അയാളെ നമുക്ക് വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുക. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അതായത് ഒരാൾ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടല്ല അയാൾക്ക് പിന്നീടുണ്ടാവുക. ഇന്നലെ വരെ താൻ കണ്ട കാഴ്ചപ്പാടുകൾ മാറി അശുദ്ധി നിറഞ്ഞ കാഴ്ചപ്പാടുകൾ, പാപകരമായ കാഴ്ചപ്പാടുകൾ മാറി നന്മയുടേതായ കാഴ്ചപ്പാടുകളിലേക്ക് അയാളുടെ കണ്ണുകൾ തുറക്കുകയാണ്. അതായത് ഇന്നലെ വരെ ഇരുളിൻ്റെ അനുഭവത്തിലാണ് ഇരുന്നത് എങ്കിൽ അയാൾ പിന്നീട് പ്രകാശത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറമേ വന്ന് മറ്റുള്ളവരുടെ മുൻപിൽ തൻ്റെ പ്രവൃത്തികൾ നന്നായി പ്രവർത്തിക്കുന്ന പ്രകാശത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം. തന്നെയുമല്ല, അയാൾ ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് ആശ്രയിക്കാൻ തുടങ്ങുകയാണ്. ഇന്നലെ വരെ അയാൾ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരുടെ പലവിധമായ പ്രവൃത്തികളിലേക്കുമാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ അയാൾ പിന്നീട് ദൈവപ്രവൃത്തിയിലേക്ക്, ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അയാളുടെ ഒന്നാമത്തെ ലക്ഷ്യമായി മാറുക. അതുവഴി അയാൾ പാപമോചനം സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. ഇന്നലെ വരെ പാപമോചനം എന്ന വിശുദ്ധ കൂദാശയെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ അനുതാപത്തിൻ്റെ കൂദാശ, അവർ വിശുദ്ധ കുമ്പസാരത്തിലേക്ക് കടന്നു ചെന്ന് തന്നെ വിശുദ്ധീകരിച്ച് പാപമോചനം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈശോയിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ അവർക്ക് സ്ഥാനം ലഭിക്കുകയാണ്. ഇന്നലെ വരെ അവർ തിന്മ നിറഞ്ഞവരുടെ കൂട്ടുകെട്ടുകളിലായിരുന്നു എങ്കിൽ പിന്നീട് വിശ്വാസത്തിൽ വന്നവർ അവർ വിശുദ്ധരുടെ കൂട്ടുകെട്ടുകളിൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരാള് വിശ്വാസിയായി എന്ന് ഇന്ന് നാം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകാറില്ല
അയാളെ ശരിക്കും വിശ്വാസത്തിലാണോ എന്ന്. എന്നാൽ കർത്താവ് പറയുന്നില്ലേ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. ഫലം എന്ന് പറയുന്നത് അയാൾ സ്വീകരിച്ച വിശ്വാസത്തിൽ നിന്ന് അതിനനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നാം എത്തപ്പെട്ടു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് നാം ആയിത്തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി പറയുകയാണ്. 1-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിലൂടെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന, അതായത് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവപ്രവൃത്തിയിലുള്ള വിശ്വാസം, ആ ദൈവവും ആ ദൈവപ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന വിശ്വാസം. അല്ലെങ്കിൽ ഇന്നലകളിൽ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരുമെന്നും തൻ്റെ കാരാഗ്രഹത്തിലുള്ള ദൈവ ആരാധന കാരാഗ്രഹ പ്രമാണിയെയും കുടുംബത്തെയും കൂടി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്നുള്ളതായ വിശ്വാസത്തോടുകൂടി പൗലോസും സീലാസും ആരാധിച്ചു. അതുപോലെ ഇന്ന് എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ പ്രവൃത്തികളിലുള്ള വിശ്വാസം, അത് കർത്താവ് അതേപോലെയുള്ള പ്രവൃത്തികൾ ഇപ്പോൾ ഞാനായിരിക്കുന്ന എൻ്റെ രോഗാവസ്ഥയിൽ, എൻ്റെ പാപാവസ്ഥയിൽ, എൻ്റെ തകർച്ചകളുടെ അനുഭവങ്ങളിൽ, അല്ലെങ്കിൽ എൻ്റെ കടഭാരങ്ങളിൽ, അല്ലെങ്കിൽ എൻ്റെ നീറുന്ന പ്രതികൂലങ്ങളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ ജോലികളിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം എനിക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നും, അങ്ങനെ സംഭവിച്ചാൽ ഇന്നത്തെ എൻ്റെ എല്ലാവിധമായ പരാജയത്തിൻ്റെ അവസ്ഥകൾ മാറി വിജയത്തിൻ്റെ അവസ്ഥകളെ കാണാനായിട്ട്, എൻ്റെ ഭാവനയിൽ കാണാനായിട്ട്, ഇന്ന് ഞാൻ ഭാവനയിൽ കാണുന്ന കാര്യം നാളെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞാൻ അത് അനുഭവിക്കുമെന്ന് തിരിച്ചറിയാനായിട്ടുള്ള വലിയ വിശ്വാസം കൊണ്ട് നിറയുകയാണ്. അതായത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഉണ്ടാകുന്ന വളർച്ച. ദൈവത്തിൻ്റെ നീതി അങ്ങനെയാണ്. ആ നീതിമാന്മാർ വിശ്വാസം വഴി ജീവിക്കുമെന്നാണല്ലോ തമ്പുരാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഏത് പ്രവൃത്തിയാകട്ടെ, പഠനമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ബിസിനസ് ആകട്ടെ, കൃഷിയിടങ്ങളിലുള്ള ജോലിയാകട്ടെ, അല്ലെങ്കിൽ ഉദ്യോഗ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ, ഏത് മീഡിയ പ്രവർത്തനങ്ങളാകട്ടെ, ഏതേത് പ്രവർത്തനങ്ങളാകട്ടെ, അവിടെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമായ കർത്താവിന് ഇറങ്ങി വരാൻ കഴിയുമെന്നും, ഇറങ്ങി വന്നാൽ ഒരു ദൈവപ്രവൃത്തി അവിടെ നടക്കുമെന്നും ഉള്ള വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഒരുങ്ങി കാത്തിരിക്കുന്നതായ ഒരനുഭവം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസ്ഥകൾ എത്രമാത്രം സങ്കീർണമാണെങ്കിലും, എത്രമാത്രം പ്രയാസമേറിയതാണെങ്കിലും, എത്രമാത്രം അതിനെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കത്തക്കതാണെങ്കിൽ പോലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി അതിനെ അതിജീവിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമെന്ന് മാത്രമല്ല, ആ ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർ കൂടി വിശ്വാസത്തിലേക്ക് വരാൻ തക്കവണ്ണം നമ്മുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തി മുഖാന്തരമായി തീരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അതായത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, ആ കൃപയിൽ നിന്ന് കൃപയിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതായ എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നും, ആ ദൈവപ്രവൃത്തി എൻ്റെ ചുറ്റുവട്ടത്ത്, എൻ്റെ കാഴ്ചക്കാരിൽ, എന്നെ കാണുന്നവരില്, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ മറ്റനേകർക്ക് കൂടി ദൈവത്തെ കണ്ടുമുട്ടാൻ തക്കവണ്ണമുള്ള ദൈവപ്രവൃത്തിയായി മാറും എന്നുള്ള വിശ്വാസത്തോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം സംഭവിക്കുക. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാരാഗ്രഹത്തില് പൗലോസും സീലാസും പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹ പ്രമാണി വിശ്വാസം സ്വീകരിക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് വിശ്വാസമാണ് കർത്താവിനെ,
പക്ഷേ കർത്താവിന് എന്നിൽ വിശ്വാസമുണ്ടാകണമെങ്കിൽ ഞാനായിരിക്കുന്ന തകർച്ചയിലിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകുമ്പോഴാണ് അവൻ എന്നിൽ വിശ്വാസമുണ്ടാകുന്നത്. എൻ്റെ സന്തോഷത്തിലും എൻ്റെ ഉയർച്ചയിലും ഞാനായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെതായ അവസ്ഥകളിൽ ഞാൻ ദൈവമെല്ലാം തന്നു, ദൈവത്തെ നന്ദി എന്ന് പറയുക മാത്രമല്ല, എൻ്റെ തകർച്ചകളിലും വേദനകളിലും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വിശ്വസ്തനായ ദൈവം എന്നിലുള്ള വിശ്വാസം അവൻ കൂടുതൽ ഉറപ്പിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആ ദൈവപ്രവൃത്തി കണ്ട് മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ും
രോഗങ്ങളും മരണമതും എല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അങ്ങാടിൽ പ്രിയൻ വന്നു. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ വന്നു. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, പരിശുദ്ധി അങ്ങേ ഭവനത്തിന് എപ്പോഴും യോജിച്ചതാണ്. ദൈവമേ, പരിശുദ്ധമായ ചിന്തകളോടും വിചാരങ്ങളോടും കൂടി എപ്പോഴും അങ്ങേ തിരുമുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് എല്ലാ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടിസ്തുതിക്കുന്ന മലാഖമാരോടും സ്വർഗീയ വൃന്ദങ്ങളോടും അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് ഞങ്ങളും അങ്ങയെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി മഹത്വപ്പെടുത്തട്ടെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ. വിണ്ടലനാഥ ഓശാന ഓശാന ഓശാന, മഹിതലനാഥ ഓശാന ഓശാന ഓശാന, വിണ്ടലനാഥ ഓശാന ഓശാന ഓശാന, മഹിതലനാഥ ഓശാന ഓശാന ഓശാന. സർവചരാചര സൃഷ്ടാവേ, പരിപാലകനേ വാഴ്ത്തിടാം. സർവചരാചര സൃഷ്ടാവേ, പരിപാലകനേ വാഴ്ത്തിടാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗം സന്തോഷിക്കുന്ന ഈ നിമിഷം നമ്മുടെ എല്ലാ ആഗ്രഹാഭിലാഷങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാ വിശ്വാസികളോടും ചേർന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും, നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഉപകാരികളെയും, നാം മൂലം വേദനിച്ചിട്ടുള്ളവരെയും നമ്മെ വേദനിപ്പിച്ചിട്ടുള്ളവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം.
അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. കാനായിലെ വീട്ടുടമസ്ഥൻ ആവശ്യപ്പെടാതെ തന്നെ അമ്മ മധ്യസ്ഥം വഹിക്കുന്നു. ഈ അമ്മ ഇന്നും നമ്മോട് കൂടിയുണ്ട്. അമ്മയോട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ആരാധനാ നിമിഷങ്ങളിൽ നമ്മോടൊത്തായിരിക്കുവാൻ സകല വിശുദ്ധരെയും മാലാഖമാരെയും നമുക്ക് വിളിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കുമ്പോൾ എല്ലാ ദൈവമഹത്വത്തിനായി സമർപ്പിക്കാമെന്ന് നാം പറയുന്നെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും വേഗം സാധിച്ചു തരണം എന്നുകൂടെ നാം നമ്മുടെ ഉള്ളിൽ പറഞ്ഞു പോകുന്നു. നമ്മുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ, സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മുടെ തന്നെ ആവശ്യങ്ങൾ, പലതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ചിലപ്പോഴെങ്കിലും അല്പം വൈകുന്നുവെന്നേ ഉള്ളൂ. വലിയ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന തീർച്ചയായും അവിടുത്തെ സന്നിധിയിൽ എത്തുന്നുണ്ട്. മർത്തയെയും മറിയത്തെയും പോലെ കർത്താവിനോടുള്ള വലിയ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കാം നമ്മളും പ്രാർത്ഥിക്കുന്നത്. കർത്താവിനോട് വരണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല, കാരണം വരുമെന്നുള്ളത് അവർക്ക് തീർച്ചയായിരുന്നു. അതുകൊണ്ട് കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ലാസർ മരിച്ചടക്കിയതിനു ശേഷം ഈശോയോട് മർത്ത അവലാതി പറയുന്നുണ്ട്, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നമ്മളും ഈശോയോട് ഇങ്ങനെ അവലാതികൾ പറയാറുണ്ട്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ രോഗം മാറ്റി തരാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് ഇത്രമാത്രം പരാജയങ്ങൾ വരുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ നാം ഒത്തിരിയേറെ അവലാതികൾ കർത്താവിന് പോലും വയ്ക്കാറുണ്ട്. ഇതെല്ലാം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ മറുപടി തന്നെ നമ്മോടും പറയും. യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രന് മഹത്വം പ്രാപിക്കാനും വേണ്ടിയുള്ളതാണ്. ഈശോയെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉടനെ ഉത്തരം നൽകാത്തത് എന്നെ അവിടുന്ന് കൂടുതൽ സ്നേഹിക്കുന്നുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലാസറിനെ കർത്താവ് കൂടുതൽ സ്നേഹിച്ചതുകൊണ്ടാണ് അവൻ മരിക്കുവാൻ അനുവദിച്ചത്. ഈശോയ്ക്ക് വേണമെങ്കിൽ രോഗിയായ ലാസറിനെ സുഖപ്പെടുത്താമായിരുന്നു. എന്നാൽ പിതാവിൻ്റെയും ഈശോയുടെയും മഹത്വം വെളിപ്പെടുത്തുവാനുള്ള ഒരു വ്യക്തിയായി ഈശോ ലാസറിനെ മാറ്റി. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതുപോലെ നമ്മിലൂടെയും ഈശോ പലപ്പോഴും മഹത്വപ്പെടേണ്ടിയിരിക്കുന്നു. പലരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും ആധ്യാത്മികമായി വളരുന്നതിനും ത്യാഗപ്രവൃത്തികളിലൂടെ കൂടുതൽ ഈശോയോട് അടുക്കുന്നതിനുമൊക്കെ ഈ കാലതാമസം ഇടയാക്കുന്നുണ്ട്. ചിലപ്പോൾ തീർത്തും പ്രതീക്ഷയില്ലാത്ത അവസരത്തിലായിരിക്കും ഈശോ നമ്മൾ ഓരോരുത്തരിലേക്കും കടന്നു വരിക. കാരണം അപ്പോൾ മാത്രമേ അവിടുത്തെ നാമം മഹത്വപ്പെടുകയുള്ളൂ. കർത്താവ് ലാസറിനെ എന്ന പോലെ നാം ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അവിടുത്തെ മഹത്വം മാത്രം അന്വേഷിക്കാം. അവിടുത്തെ വരവിനായി, അവിടുത്തെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. പലപ്പോഴും ഈ കാത്തിരിപ്പ് ദുസ്സഹമായിരിക്കാം. വിലാപത്തിൻ്റെ പുസ്തകം 3:25 പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് സമീപസ്ഥനാണ്. നല്ലവനായ കർത്താവിൻ്റെ നന്മ എനിക്ക് വെളിപ്പെടുന്നത് ഞാൻ പ്രതീക്ഷയോടെ അവിടുത്തെ കാത്തിരിക്കുമ്പോഴാണ്. തകർച്ചയുടെ, വേദനയുടെ ശവക്കല്ലറയിൽ നിന്നും നാം പുറത്തു വരുമ്പോൾ യേശു മാത്രമല്ല മഹത്വപ്പെടുന്നത്, അവിടുത്തോടൊപ്പം നമ്മളും മഹത്വപ്പെടും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തകർച്ചയിലൂടെ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ ഞങ്ങളെ വഴി നിർത്തുന്നത് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ സ്നേഹിക്കുന്നുകൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാനായി ഞങ്ങളുടെ കൊച്ചു ജീവിതത്തെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തെ അങ്ങ് സ്വീകരിക്കണമേ.
ദൈവമേ ആശ്രയം നീ മാത്രമേ. യാക്കോബ് 5:15 പറയുന്നു, വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാപ്പ് നൽകും. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഫലം ലഭിക്കാതെ പോകുന്നത് ഞങ്ങളുടെ വിശ്വാസക്കുറവാണെന്ന് ഈ വചനങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശാരീരിക രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് ആത്മാവിൽ വന്നിട്ടുള്ള കറകളെയും കഴുകിക്കളയുന്നുവല്ലോ. എല്ലാ പാപങ്ങൾക്കും അങ്ങ് മാപ്പ് നൽകുന്നു. ഇങ്ങനെ ഞങ്ങൾ വീണ്ടും വിശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവമക്കളായിത്തീരുന്നു. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ടാകുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഞങ്ങളിലേക്ക് ധാരാളമായി വർഷിക്കണമേ. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും. മത്തായി 21:22 കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അല്ലാതെ, അവിടുത്തെ അനുഗ്രഹങ്ങളില്ലാതെ നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ചൈതന്യമോ ദൈവാനുഗ്രഹമോ ഉണ്ടാവുകയില്ല എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ശക്തി പകർന്നിടണമേ എന്ന ഗാനം പ്രാർത്ഥനാപൂർവം നമുക്ക് ആലപിക്കാം.
ആഗ്രഹിച്ച കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് പോലെ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് തളരുന്നു, നാം നഷ്ടധൈര്യരാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. കർത്താവറിയാതെ ഒരു തലമുറ ഇഴ പോലും കൊഴിയുന്നില്ല. അതുപോലും കൃത്യമായി എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന വിശുദ്ധങ്ങൾ നമ്മൾ സാക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തൃപ്തികരമായ ഒരു മറുപടി കിട്ടാത്തപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്നെപ്പറ്റി അവിടത്തേക്ക് കരുതില്ലേ ഇല്ലേ എന്ന് വല്ലപ്പോഴുമെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മുടെ ദൗർബല്യത്തെ സാത്താൻ മുതലെടുക്കുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും മന്ദഗതിയിലേക്ക് വരാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ സമയത്തിനായി നാം ക്ഷമയോടെ കാത്തിരിക്കണം. എല്ലാ വിശുദ്ധാത്മാക്കളുടെയും ജീവിതത്തിൽ ഇപ്രകാരം ആത്മീയ അന്ധകാരം ഉണ്ടായിട്ടുള്ളതായി നാം മനസ്സിലാക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതനുസരിച്ച് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു. ദൈവത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. എപ്പോഴും നമ്മെ അനുഗ്രഹിക്കുക മാത്രം ചെയ്യുന്ന ദൈവത്തിൽ പൂർണ്ണ ആശ്രയത്വം വയ്ക്കണം. അവിടുത്തെ സമയമാകുമ്പോൾ അവിടുന്ന് നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ മാത്രം കണക്കാക്കി നമ്മുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അക്ഷമരായി ഹൃദയശാന്തത നഷ്ടപ്പെടുത്തരുത്. ദീർഘക്ഷമ നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കും. സങ്കീർത്തനം 46:10 പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 147:11 വീണ്ടും പറയുന്നു, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഈശോയെ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു അവിടുത്തെ കരം എപ്പോഴും ഞങ്ങളെ താങ്ങുന്നുവെന്ന്. ഞാൻ വേദനിക്കുമ്പോൾ തളരുമ്പോൾ അവിടുന്ന് എന്നെ തോളിലേറ്റി സ്നേഹപൂർവ്വം ആശ്വസിപ്പിക്കുന്നു. ഈശോയെ, എങ്കിലും ഈ സത്യത്തെ പലപ്പോഴും ഞങ്ങൾ വിസ്മരിച്ചു പോവുകയാണ്. അങ്ങയുടെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുവാൻ നാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദീർഘക്ഷമയോടെ അവിടുത്തെ ഇടപെടലിനായി കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നീ വീണാലും അവിടുത്തെ ശക്തമായ കരങ്ങളിലേക്കാണ് വീഴുന്നത്, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതെ, അവിടുത്തെ സമയത്തിനായി കാത്തിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ വിശ്വാസപൂർവ്വം പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളും. ഹെബ്രായർക്കുള്ള ലേഖനം 6:11-12 പറയുന്നു, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ അതേ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം നിങ്ങൾ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെക്കുറിച്ച് കരുതലുള്ള ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ ഓരോ നിമിഷവും വളർത്തണമേ. ഞങ്ങളുടെ ക്ഷേമത്തിനായി ശുഭകരമായ പദ്ധതികൾ തയ്യാറാക്കുന്ന അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദീർഘക്ഷമ എന്ന ഫലത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ അസ്വസ്ഥതകളും എടുത്തു മാറ്റി അങ്ങയുടെ ശാന്തതയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മോട് ഒത്ത് എപ്പോഴുമായിരിക്കുന്ന
ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നോമ്പ് കാലത്ത് കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് അവിടുത്തെ ദിവസരം ശ്രവിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി കുറവുകൾ പരിഹരിച്ച് അവിടത്തേക്ക് ഏറ്റവും അനുയോജ്യരായ മക്കളായി, അവിടുത്തെ സമയത്തിനായി കാത്തിരിക്കുന്ന എളിമയുള്ള മക്കളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാന്തമാക്കുക, ഞാൻ ദൈവമാണെന്നറിയുക എന്നല്ല ചെയ്ത പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിന് ശാന്തത ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ഈ സമയം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുത്തെ സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് നിശബ്ദരായി ശാന്തരായി അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് അവിടത്തേക്ക് ആരാധനയും സ്തുതിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുമറപ്പന്നി മത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തന്നി നിത്യമഹോന്നതമത്തന്നി മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമറപ്പന്നി മത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തന്നി നിത്യമഹോന്നതമത്തന്നി പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
കലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ നിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നിശിഹാദൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാളരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാദൻ ദിവ്യമിടം വാഴ്ത്തിടുവിൻ. പരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ.